നമസ്കാരം. വാസ്തുവും വിശ്വാസവും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം കുലദേവതാ ഗൃഹ നിർമ്മാണം എങ്ങനെ എന്നതിനെ സംബന്ധിച്ചുള്ളതാണ്. സാധാരണ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഒരു കുലദേവത ഉണ്ടാവുക എന്നുള്ള സർവ്വസാധാരണമാണ്. അത് മുൻകാലങ്ങളിലെ വെച്ച് ആരാധിച്ചു വരുന്നതും പൂജിക്കുന്ന ഒരു ദേവതയാണ്. ആ ദേവതയുടെ സഹായം എപ്പോഴും ആ കുടുംബത്തിലുണ്ടാകണം എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ പണ്ട് മുതലേ വെച്ച് പുലർത്തുന്നു. അതിനാൽ ആ കുടുംബ പരദേവതയുടെ ഗൃഹം നമുക്ക് എങ്ങനെ നിർമ്മിക്കാം, അല്ലെങ്കിൽ ആ ദേവതയെ കുടിയിരുത്തേണ്ട ഗൃഹം അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് പറയാനൊക്കത്തില്ല, ഒരു തെക്കതുപോലെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ നിർമ്മാണം നടത്താം എന്നുള്ളതാണ്. ഒരു കുടുംബത്തിലെ ആരാധനാമൂർത്തിയാണല്ലോ ഈ കുലദേവത. കുലദേവതാ ഗൃഹം ഈശാനക്കോണിലും അഗ്നികോണിലും പണിയാം. അപ്പോൾ കുലദേവതാ ഗൃഹം ഈശാനക്കോണിലും അഗ്നികോണിലും നമുക്ക് പണിയാവുന്നതാണ്. അത് ദോഷമൊന്നുമില്ല. കിഴക്കും പടിഞ്ഞാറും അഭിമുഖമായി കുലദേവതാ ഗൃഹം പണിയണം. കുലദേവതാ ഗൃഹം എങ്ങനെ? കിഴക്കോട്ട് അഭിമുഖമായോ പടിഞ്ഞാറോട്ട് അഭിമുഖമായോ വേണം കുലദേവതാ ഗൃഹം പണിയാൻ. കുലദേവതാ ഗൃഹം ഈശാനൻ, ഇന്ദ്രൻ, അഗ്നി, യമൻ എന്നീ പദങ്ങളിൽ പണിയുമ്പോൾ ധ്വജയോനിയിൽപ്പെട്ട അളവ് നാം സ്വീകരിക്കണം. അതായത് ഈശാനൻ, ഇന്ദ്രൻ, അഗ്നി, യമൻ എന്നീ പദങ്ങളിൽ ആണ് നമ്മൾ കുലദേവതാ ഗൃഹം പണിയുകയാണെങ്കിൽ അവിടെ നമ്മൾ ധ്വജയോനിയിൽപ്പെട്ട അളവ് മാത്രമേ സ്വീകരിക്കാവൂ. അല്ലാതുള്ള അളവ് സ്വീകരിക്കരുത്, അശുഭമാണ്. അതുപോലെ നെറുകയിലോ പടിഞ്ഞാറോ വായുകോണിലോ വടക്കോ എന്നീ ദിശകളിൽ കുലദേവതാ ഗൃഹം പണിയുകയാണെങ്കിൽ വൃഷഭയോനിയിൽ അളവ് നാം സ്വീകരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനാൽ കുലദേവതാ ഗൃഹത്തിൻ്റെ നിർമ്മാണം നമ്മൾ ഇത്രയും കാര്യമെങ്കിലും തൽക്കാലം അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫോളോ ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അടുത്തൊരു പുതിയ വിഷയവുമായി കാണുന്നതുവരെ നമോ വന്ദനം.